എല്ലാവർക്കും നമസ്കാരം. ഈ വട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ കീഴിലുള്ള ഹോം ശാഖ ഛത്തീസ്ഗഡിൽ ഒരു വലിയൊരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മാസങ്ങളിലൊക്കെ ഇല കൊഴിയുന്ന സമയമാണ്. ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ സമയങ്ങളിലൊക്കെ ഇല കൊഴിയുന്ന സമയമാണ്. ഈ ഇല കൊഴിയുന്ന സമയത്ത് ഈ ഛത്തീസ്ഗഡിലുള്ള ഫോറസ്റ്റിൽ ഒളിവിൽ താമസിക്കുന്ന നക്സലൈറ്റുകളെ വകവരുത്താൻ വേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ വരെ 100 ചില്ലാൻ നക്സലൈറ്റുകളെ തീർത്തു എന്നാണ് കണക്ക്. അത് ഒരു വട്ടമല്ല, 2-3 ഘട്ടങ്ങളായിട്ടാണ്. ഒരു വട്ടം 6 പേര്, രണ്ടാമത്തേൽ 19 പേര്, മൂന്നാമത്തേൽ 25 പേര്. ഒരു ശരിയായ രീതിയിൽ തന്നെ ഈ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ അവരെ ഒന്ന് ഇല്ലാണ്ടാക്കാനാണ്. കാരണം ഈ സമയങ്ങളിൽ അവിടെ ഈ ഫോറസ്റ്റിലൊക്കെ മിക്ക ഏരിയയിലും വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ വെള്ളമുള്ള ഏരിയയിൽ തമ്പടിച്ച് ഇവരെ വകവരുത്താനും ഈ ഇല കൊഴിയുന്ന സമയത്ത് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ഇവരെവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനും സൈന്യത്തിന് എളുപ്പമാണ്. ഈ വഴിക്കൂടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ 2 ഈ മാസങ്ങളിൽ കൂടെ തന്നെയാണ് 100 ചില്ലാൻ ആൾക്കാരെ വകവരുത്തിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആഭ്യന്തരമന്ത്രിയെ നമ്മുടെ അമിത്ഷാ ഏത് രീതിയിലാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള നക്സലൈറ്റ് ഭീകരങ്ങളും ഇതിനൊന്നും ഈ ഭാരതത്തിൽ വച്ചു പൊലിപ്പിക്കാൻ പുള്ളി സന്നദ്ധനല്ല. ഇലക്ഷന് മുമ്പേ ഇതൊക്കെ തീർക്കാനുള്ള വഴികളാണ്. ജയ് ഭാരത്.